ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യരോട് ഇന്നലെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു ലോകാവസാനമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. നിമിഷാർദ്ധം കൊണ്ട് സകലതും മൂടിപ്പോവുകയാണ്. ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ആർക്കും ഒരു ഐഡിയയുമില്ല. ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലം. അപ്പോൾ ഈ കാണുന്ന നോക്കൂ, ഇതൊരു ചെറിയ പുഴ. ഇത്രയും മാത്രം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു പാലത്തിൻ്റെ ഒരു ഏരിയ മുഴുവനായും സമ്പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പടുകൂറ്റൻ പാറക്കല്ലുകൾ. നമുക്ക് എന്താ പറയുക, മനുഷ്യർക്ക് അത് എടുത്തു മാറ്റാൻ കഴിയില്ല. അത്ര വലിയ പാറക്കല്ലുകൾ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന പാറക്കല്ലുകൾ നോക്കിയാൽ അത് പലതും പൊട്ടിച്ചെതറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാൻ, അത്രയും പവർഫുള്ളായിട്ടാണ് ഇത് വന്ന് വീഴുന്നത്, അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണുപോയ പാറക്കല്ലുകൾക്ക് അടിയിൽ തെരച്ചിൽ നടത്തുക. ഇപ്പം നേരത്തെ സേഫ് ചോദിച്ച പോലെ നമ്മൾ എത്ര ദിവസം കൊണ്ട് തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും, എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കാൻ കഴിയും ചോദിച്ചാൽ അത്രയും മെഷീനറി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് മാറ്റി നോക്കാൻ പോലും കഴിയും. നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വളരെ കുറച്ച് കംഫർട്ടബിളായ സ്ഥലത്താണ്. ഇതിന് പുറകിലേക്ക് പോയാൽ പടുകൂറ്റൻ പാറകളുണ്ട്. അതൊക്കെ നീക്കി നോക്കണമെങ്കിൽ വലിയ ഹിറ്റാച്ചികൾ, മെഷീനറികൾ വേണം. അത് മാറ്റി നോക്കിയാൽ മാത്രമാണ് മനുഷ്യർ എന്തുമാത്രം അതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തുമാത്രം ആളുകൾ മിസ്സിംഗ് ആണ് എന്ന കാര്യത്തിലൊരു ആക്ച്വൽ കണക്കുണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ നമ്മൾ എത്ര മരണസംഖ്യയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, എന്തുമാത്രം ആളുകളെയാണ് ഈ അപകടം എഫക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ആക്ച്വൽ കണക്ക് വേണം. അതിന് ഈ പറഞ്ഞ പ്ലാന്റേഷൻ കമ്പനിയുടെ HR ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക്, റേഷൻ കാർഡുകൾ, അങ്ങനെ പല വിവരങ്ങൾ എടുത്തുകൊണ്ട് മിസ്സിംഗ് കേസുകളുടെ കാര്യത്തിൽ ഒരു കണക്കുണ്ടാക്കാൻ, ഒരു വേഗമായ കണക്കെങ്കിലും ഉണ്ടാക്കാൻ ഇപ്പോൾ ഇവർ വളരെ ഫാസ്റ്റായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് സത്യത്തിൽ എത്ര പേരെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം നോക്കൂ, മനുഷ്യരെ കാല് കുത്തിയാലുള്ള പ്രശ്നം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വഴുവഴുപ്പുള്ള മണ്ണാണ്. അപ്പോൾ ഇത് അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, ഈ മണ്ണിൽ ചവിട്ടിയാൽ അത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തതും താഴ്ന്നു പോകും. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ എന്താണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മണ്ണ് ഇത്രമേൽ എന്താ പറയുക ലോലമായ പരിസ്ഥിതി പ്രദേശം നമ്മൾ പറയില്ല. അതായത് പാറക്കല്ലുകൾ ഒരു ഇരിക്കാൻ കഴിയാത്ത വിധം മണ്ണ് ദുർബലമാവുകയും വെള്ളവും മണ്ണും കൂടി കുഴഞ്ഞ് അവ ഇളകി തെന്നി മാറിയുമാണ് ഈ വരുന്നത്. അപ്പോൾ മലയിലൊക്കെ ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകളാണ് ഈ സത്യത്തിൽ ഈ അതിവേഗത്തിൽ പാഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കിലോമീറ്ററോളം ദൂരത്തിൽ അതിവേഗത്തിൽ സർവ്വതും നശിപ്പിച്ചുകൊണ്ട് സംഹാരമാടി വരികയാണിത്. അപ്പോൾ ആളുകൾക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല എന്നാണ്. അപ്പോൾ ആ അപകടത്തിൽ ഞങ്ങൾക്ക് സർവ്വവും നഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടത് എന്ന് ആ രാത്രി ആൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. ഇപ്പോഴും നമുക്കിതിൻ്റെ ഉറവിടത്തിലേക്ക് സമയമെടുക്കും. ഇപ്പോൾ ഈ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിൻ്റെ പണി ഉച്ചയോടുകൂടി കഴിഞ്ഞാൽ കൂടുതൽ മെഷീനറി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും.